ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് എനർജീസ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നോക്കാം. ഓക്കെ, നമ്മൾ 2 ഡെക്കുകളാണ് ഇവിടെ എടുക്കുന്നത്. ഫസ്റ്റത്തെ ഡെക്കിൽ നിന്ന് ഫസ്റ്റ് നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് എനർജീസ് നോക്കുന്നു. സെക്കൻഡ് ഡെക്കിൽ നമ്മൾ നിങ്ങളുടെ വ്യക്തിയോടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, ഈ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ സ്പ്രെഡിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ കാർഡുകളിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടിയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു കറണ്ട് എനർജീസ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് അവരുടെ ഒരു റീഡിംഗ് ആയിട്ട് പോലും ഇതിനകത്ത് നിങ്ങളുടെ ചില എനർജീസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ആക്ച്വലി നമ്മളിത് അവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഒരു എനർജി നോക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തതെങ്കിലും നിങ്ങളുടെ എനർജീസ് ആണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തി ആരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു എനർജി ആരുടേതാണെങ്കിലും അവര് നിങ്ങളുടെ കാര്യത്തിൽ കൂടി കുറച്ച് ഒരുപാട് കൺസേൺ ആവുന്ന ഏതോ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ആയിട്ട് തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അല്ല പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്നത് മനസ്സ് വിചാരിക്കുന്നത് പോലെയല്ല ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ അവർ എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ആ ഒരു രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു വിഷമം അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ നിലവിൽ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് മേ ബി ഇവരൊരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള ഒരു രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ്. അതായത് വളരെ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല, നല്ല രീതിയിൽ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ പോകുന്നു. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതുപോലെ തന്നെ തേർഡ് പാർട്ടിക്ക് വളരെയധികം ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ അത് അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ചില സമയത്ത് നിങ്ങളുടെ വ്യക്തി അവിടെ വളരെ കാര്യമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചില സമയത്ത് ഒരു ഓഫ് ആകുന്ന പോലത്തെ ഒരു രീതി ഉണ്ടാകും. അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് അവർ റിലേഷൻഷിപ്പ് പോകുന്നത്. അപ്പൊ കാര്യങ്ങൾ ഇവർ വിചാരിക്കുന്നത് പോലെ നീങ്ങുന്നില്ല, വളരെ ഒരു സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു പേഴ്സൺ, അതായത് ഈ ഒരു തേർഡ് പാർട്ടി കരുതുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു മൂൺ എനർജി, ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ കഴിയും. ഒരു പെൻഡക്കിൾസിന്റെ എനർജി നമുക്ക് കാണാൻ കഴിയും. അതായത് 2 കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. 2 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം, മറ്റേ കാര്യം തേർഡ് പാർട്ടിയും ആയിരിക്കാം. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന നിലവിലുള്ള 2 കാര്യങ്ങളായിരിക്കാം ഇത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വളരെ കൺസേൺ ആയിട്ട് ഇരിക്കുകയാണ്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളോടാണോ കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരോടാണോ കൂടുതൽ അറ്റാച്ച്മെന്റ്, പിന്നെ അതുകൊണ്ടാണോ അവരോട് അറ്റാച്ച്മെന്റ് ഇല്ലാത്തത്, ആ ഒരു രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി അതുകൊണ്ടാണോ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് പോകുന്നത് എന്ന് വരെ അവർ ചിന്തിക്കുന്നു. അപ്പൊ നമ്മൾ കാണുന്നതനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ചില സമയത്ത് അവർക്കായിരിക്കാം പ്രാധാന്യം കൊടുക്കുന്നത്, ചില സമയത്ത് നിങ്ങൾക്കായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്തായാലും അങ്ങനെയാണ് കരുതുന്നത്. അവർക്കത് മൈൻഡിൽ മനസ്സിലാവുന്നുണ്ട്, എല്ലാം അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നല്ല രീതിയിൽ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളാണ് തേർഡ് പാർട്ടി. അത് അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്.
അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് വറീഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറന്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തി ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവരുമായിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ റിലേഷൻഷിപ്പ് പോകാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം. പലരോടും അഡ്വൈസ് ചോദിക്കുന്നുണ്ടാകാം. ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ടാരോട്ട് കാർഡ് റീഡിംഗ് ഒക്കെ കാണുന്നത് പോലെ അവരും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാകാം, റീഡിംഗ് ഒക്കെ കാണുന്നുണ്ടാകാം, വഴിപാട് കഴിപ്പിക്കുന്നുണ്ടാകാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പേഴ്സണും ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് കാണുന്ന ഈ ഒരു വ്യക്തിയും ഈ പറഞ്ഞ പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവാം. പലരോടും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അഡ്വൈസ് തേടുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ സ്പിരിച്വലി ചെയ്യുന്ന പല കാര്യങ്ങളായിരിക്കാം, ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവരുടെ ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എനർജീസ്, മാനിഫെസ്റ്റേഷൻ എനർജീസ് നമുക്ക് വളരെ നന്നായിട്ട് കാര്യമായിട്ട് തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജീസ് വരുമ്പോൾ അങ്ങനെ തീവ്രമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ എനർജി കൂടി ഈ ഒരു സിറ്റുവേഷനിൽ നടക്കുന്നുണ്ട്. അത് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യം വിചാരിച്ചിടത്ത് കിട്ടണം എന്ന് നമ്മൾ പറയില്ല. ആ പറഞ്ഞ രീതിയിലുള്ള ഒരു സ്ട്രോങ് ആൻഡ് വൈബ്രന്റ് എനർജി കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി അവിടെ ഒരു ഇമോഷണലി അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നത് പോലെ ഇപ്പോൾ ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള എന്താ പറയുക, ഒരു ഹർബറി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ ടെൻഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ആയിട്ട് ഒന്ന് അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ വീണ്ടും ചിലപ്പോൾ അവരോട് അറ്റാച്ച്മെന്റ് കാണിച്ചു, അല്ലെങ്കിൽ അവിടെ ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടാകാം. പക്ഷേ തേർഡ് പാർട്ടി വിചാരിക്കുന്ന രീതിയിൽ ആ ഒരു ന്യൂ ബിഗിനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വീണ്ടും അവർക്ക് സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിട്ട് വരും അന്നേരം അത്. ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇടയ്ക്ക് വരുന്നു, ഇടയ്ക്ക് പോകുന്നു, ഇടയ്ക്ക് നല്ല രീതിയിൽ വരുന്നു, പിന്നെയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള ഒരു എനർജി പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെയും അതേ പ്രശ്നമുണ്ട്. ഇവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ജസ്റ്റിസ് ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു തുല്യത അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് കിട്ടുന്നില്ല. കാരണം ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവർ നല്ലൊരു എനർജിയിലാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഡൗൺ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകുന്നു. ആ ഒരു കാര്യം ഈ ഒരു തേർഡ് പാർട്ടിക്ക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് സഹിക്കാനായിട്ടോ പറ്റുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു 3 ഓഫ് സോർഡ്സ് എനർജി തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഈ എനർജി കാണാനായിട്ട് കഴിയുന്നത് അത്രയും അധികം ഒരു കാര്യങ്ങൾ കൺട്രോൾ ആവാത്തതിന്റെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ റിലേഷൻഷിപ്പ് മാറ്റിയെടുക്കാനായിട്ട്, ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഫാമിലി ആയിരിക്കാം, ചിലർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലവർക്ക് ഒരു എക്സ് ആയിരിക്കാം, ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ അവരെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഒരു ജസ്റ്റിസ് കിട്ടാനായിട്ട് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം എഫേർട്ട് ഇടുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരിൽ നിന്ന് അകന്ന് ഒരുപാട് ദൂരെ പോയതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു 7 ഓഫ് വൺസ് എനർജി, അതുപോലെ കപ്സിന്റെ എനർജി ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. മാനസികമായിട്ട് ഒരുപാട് അകൽച്ചയിലാണ് നിങ്ങളുടെ വ്യക്തി എന്ന് തന്നെ ആണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. തേർഡ് പാർട്ടിയും അതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ കറന്റ്ലി അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഇല്ല.
തേർഡ് പാർട്ടിയുടെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്നു മാറി ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കൂടി വരുന്നു എന്നാണ് തേർഡ് പാർട്ടി ചിന്തിക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങളുടെ വ്യക്തി അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പഴയ അടുപ്പം അവരോട് കാണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, ഒരു കൈ അകലം വെച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവര് ആകെ ഒന്ന് പാനിക് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എനർജീസ് കാണുകയാണെങ്കിൽ അവർ വളരെയധികം പ്ലാനിങ്ങിലാണ്, ഒരു ദീർഘവീക്ഷണത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക എന്താ പറയാ, നമ്മൾ ഈ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നു, അല്ലെങ്കിൽ കുറുക്കു വഴികൾ ആലോചിക്കുന്നതായിരിക്കാം. ആ ഒരു രീതിയിൽ ആലോചിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇത് കാണാനായിട്ട്, ഇവിടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ഓവറോൾ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ തേർഡ് പാർട്ടിയും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ അവിടെ ഒട്ടും തന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് കാണുന്നത്. അതിലെ തേർഡ് പാർട്ടി വളരെയധികം വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓൾറെഡി അവരും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആക്കി പോകാനായിട്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജസ്റ്റിസ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും ആവാം, അവർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ബ്ലാക്ക് മാജിക് എനർജി ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു രീതിയിലും അവർ നോക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് നമുക്കിവിടെ കറന്റ്ലി കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ അല്ല, നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഈ താഴത്തെ ഡെക്കിൽ നമ്മൾ എടുത്തിട്ടുള്ള കാർഡുകളാണ് നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഫീലിങ്സ് എന്താണ് എന്ന് നമ്മൾ നോക്കുന്ന കാർഡുകൾ. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ താഴത്തെ ഒരു ഡെക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രത്യേകതകൾ കാണാനായിട്ട് സാധിക്കും. ചിലവർക്കെങ്കിലും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ജസ്റ്റിസ് കാർഡ്, അതുപോലെയുള്ള കുറച്ചധികം കാർഡുകൾ താഴെയും നമുക്ക് സെയിം കാർഡുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിന്റെ പ്രത്യേകതയായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. മുകളിലെ കാർഡുകൾ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു തേർഡ് പാർട്ടിയെ മുൻനിർത്തിയാണ് നമ്മൾ അവിടെ ഇത് പറഞ്ഞതെങ്കിൽ, ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു എനർജിയിൽ നമുക്ക് ഈ ഒരു കാർഡുകൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി മൂലം ഒരുപാട് വിഷമിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. അവിടെ നമ്മൾ തേർഡ് പാർട്ടിയാണ് കുറച്ച് കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കാതെ ദുഃഖിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടതെങ്കിൽ, ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനമില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരു തേർഡ് പാർട്ടിയാണ് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു ഒരു വിട്ടുകളയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. അവർ വിചാരിച്ചാൽ പോലും അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഊരിപ്പോകാനായിട്ട് കഴിയില്ല. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം, എങ്കിലും മാനസികമായിട്ട് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷനുമല്ല, നമ്മളുടെ ഒരു മനസ്സിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇമോഷൻ എന്താണ് ഈ വ്യക്തിയുടെ എങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ ഏത് രീതിയിലാണ് അവർ കാണുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ, ചിലപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അവർക്ക് ഒരു ഇഷ്ടമുള്ളതുപോലെയോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ ഉള്ളതുപോലെ, സ്നേഹമുള്ളതുപോലെയോ ഒന്നും തോന്നാനായിട്ട്
തോന്നാൻ ഇടയാകില്ല. പക്ഷെ ഇവിടെ അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ആരോടെങ്കിലും മറ്റൊരു വ്യക്തിയോട് ഷെയർ ചെയ്താൽ മാത്രമേ അത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് അതിന് കഴിയുന്നില്ല. അവര് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ചുറ്റും കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് അതിന് കഴിയുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അവർക്ക് ഒരുപാട് ഇമോഷൻസും അല്ലാന്നുണ്ടെങ്കിൽ സങ്കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമുക്ക് വീണ്ടും ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തേർഡ് പാർട്ടി മൂലമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നം ഉണ്ടായത്. ചിലർക്കെങ്കിലും ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ പോലും അത്രയും ഒരു ഇന്റിമസി, അല്ലെങ്കിൽ അത്രയും ഒരു ആ ഒരു ഡീപ്പിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ നമുക്കിവിടെ കാണുന്നത് ഒരു 10 ഓഫ് കപ്സിന്റെ എനർജിയും അതുപോലെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയും നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജീസ് പറയുമ്പോൾ അത് രണ്ടും വരുന്നത് അത്രയും ആ ഒരു ഫാമിലി ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു ഡെപ്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് പോലും നിങ്ങളാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫുൾഫിൽമെന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു എനർജിയിലാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കിത് പെട്ടെന്നൊന്നും വിട്ടുപോകാൻ അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകാൻ കഴിയാത്തത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടാണെന്നുണ്ടെങ്കിലും അവർ അകലം പാലിക്കുന്നതും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി നോക്കിയപ്പോൾ നമ്മൾ കണ്ടു തേർഡ് പാർട്ടിയുമായിട്ട് മാനസികമായിട്ട് ഈ ഒരു വ്യക്തി അകന്നു പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അകന്നു പോയതായിട്ട് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിക്കും ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ അവരോട് ആ ഒരു അകൽച്ചയും കാര്യങ്ങളും ഒക്കെ വരുന്നത് നിങ്ങളോട് ഇത്രയും താല്പര്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ആ ഒരു ഡീപ്പ് കണക്ഷൻ ആയിട്ട് കാണുന്നത് കൊണ്ടുമാണ് അങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങളോട് അവർക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ ഒരു എംപ്രസ് എനർജിയിലാണ്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു ഫെമിനിൻ എനർജി എന്നത് മാത്രമല്ല, ഒരു ജെൻഡർ വൈസ് പറയുന്നതല്ല, അത്രയും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കെയർ, അങ്ങനെ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം. അവർക്ക് മറ്റാരും ചെയ്യാത്ത സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മുടെ ലൈഫിൽ അത് ആരാണെന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രത്യേക സ്ഥാനം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ച ഒരു ഘട്ടത്തിൽ നിങ്ങളായിരിക്കാം അവരുടെ ഒരു കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എനർജിയിൽ തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ യാതൊരു താല്പര്യവുമില്ല. അവിടെയൊന്നും ആ ഒരു പേഴ്സണ് ഒട്ടും ഒരു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ഓർത്തിട്ട് ഈ ഒരു പേഴ്സൺ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചിലപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ പുറകെ നടക്കുന്നത്. ഈ ഒരു പേഴ്സൺ അതിലേക്ക് ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് വിധേനയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെയോ ബ്ലാക്ക് മാജിക് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവരിലേക്ക് അടുപ്പിക്കുന്നത് തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോൾ മാനസികമായിട്ട് ഇഷ്ടം ഉണ്ടായിട്ട് അതിലേക്ക് പോകുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ളൊരു കാര്യം വന്നത്. അവർ പോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും രീതിയിൽ പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകെ ഒരു താറുമാറായി കിടക്കുന്നത്. അല്ലെങ്കിൽ അതിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഒരു സങ്കടമുണ്ട്. ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവരുടെ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ വേണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. കാരണം അവർ അത്രയും ആ ഒരു ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുടുംബം, കുട്ടികളൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ട് കളയാനായിട്ട് കഴിയില്ല. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെയും ഇല്ല, നിങ്ങളുടെ അടുത്തും ഇല്ലാതെ ആകെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അവർക്ക് ആരോടും ഒന്നും ഷെയർ ചെയ്യാനായിട്ട് പോലും പറ്റാതിരിക്കുന്ന ആ ഒരു അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അവരുടെ ഒരു ലോകം തന്നെ നിങ്ങളാണ്.
അവരുടെ ലോകമായിട്ട് നിങ്ങളെയാണ് അവർ കാണുന്നത്. അവർക്ക് നിങ്ങളെ വേണം, അവരുടെ ലൈഫ് മുഴുവൻ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്നത് അവർക്കൊരു ബ്രേക്കപ്പ് എന്ന രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നില്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് എന്തായി ഇനി ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ഇത് നിന്ന് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരും എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ മനസ്സുകൊണ്ട് അവർ ചിലപ്പോൾ പല രീതിയിൽ മാറിപ്പോകാനും മറഞ്ഞു പോകാനും ഒക്കെ ശ്രമിച്ചെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരികയാണ്. അതും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ മനസ്സുകൊണ്ട് അത് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളാവുന്ന ആ ലോകത്ത് നിന്ന് പുറത്തു പോകാനായിട്ട് അവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള എനർജീസ് ആണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇവിടെ ആക്ച്വലി നിങ്ങളുടെ വ്യക്തിക്ക് പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അത്ര പ്രീഷ്യസ് ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതിനകത്ത് ഒരുപാട് ആ ഒരു കാര്യത്തിന് ഒരുപാട് വേദനിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അവരുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജി കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൺ, ഈ ഒരു കോംബോ എനർജീസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു പേഴ്സന്റെ എനർജി സിറ്റുവേഷൻസ് ആയിട്ടൊക്കെ മാച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ കമന്റ് ചെയ്യുക, തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നമുക്ക് പറയാനായിട്ട് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ ശരിക്കും വേണ്ടത് ഒരു തേർഡ് പാർട്ടി റിമൂവൽ ആണ് നടക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കാര്യമായിട്ട് വേണ്ടത് അതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇല്ലാത്തത് കൊണ്ടോ ഒന്നും മാറിപ്പോയിട്ടുള്ളതല്ല. ഒരു തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ചില കുതന്ത്രങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകാതിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് തേർഡ് പാർട്ടി റിമൂവൽ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു അന്തരീക്ഷങ്ങളെല്ലാം മാറിപ്പോയി, അവസ്ഥയെല്ലാം മാറിപ്പോകും. അതുകൊണ്ട് നിങ്ങളൊരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് പരമാവധി ക്ലെയിം ചെയ്യുക. തേർഡ് പാർട്ടി മാറിപ്പോകാനായിട്ട് പരമാവധി പ്രാർത്ഥിക്കുക, ക്ലെയിം ചെയ്യുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 1986 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ ഇസഡ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സെക്കൻഡ് സ്റ്റേഡ് ആയിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. അതുപോലെ മെയ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1982 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1984 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് കിട്ടുന്നുണ്ട്. നമ്പർ 9 കിട്ടുന്നുണ്ട്. അതുപോലെ മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1985 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളറ്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2002 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1984 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. 1986, 1979, എറണാകുളം ജില്ല എന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഈഗോ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ലോങ് നെയിൽ ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നെയിൽ പോളിഷ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ജൂൺ മന്ത് നമുക്ക് കിട്ടുന്നു. നമ്പർ 53 നമുക്ക് കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരിക്കാം. റെയിൻബോ സൈൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒത്തിരി കാണുന്നുണ്ടാകാം. 19
80 എന്ന് പറയുന്നൊരു വർഷമാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.